ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു വെജ് ഡിഷായാലോ? ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ചൈനീസ് ഡിഷാണ്, വെജിറ്റബിൾ സ്റ്റ്യൂഡ് റൈസ്. ഇതിലൊരു മസാലയും ചേർക്കുന്നില്ല. ഇതിനു വേണ്ടി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ? ഇതിനു വേണ്ടി 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നന്നായി ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി അതും ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് 2 എണ്ണം. ഇത് ഒരു എരിവില്ലാത്ത ഡിഷാണ്, എന്നാലും മലയാളികൾക്ക് എരിവ് ആവശ്യമുള്ളതിനാൽ ഞാൻ ഇതിലേക്ക് 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. 1 ക്യാപ്സിക്കം കുറച്ച് വലുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ്, 6 ബേബി കോൺ, 6 മഷ്റൂം അതായത് കൂൺ, 6 ബീൻസ്, 1 പീസ് ബ്രോക്കലി അത് ഇതളുകളായി അടർത്തിയെടുത്തത്, പിന്നെ ഇതിന് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്ത് അത് ഇതളുകളായിട്ട് എടുത്തത്, 1 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓനിയൻ. ഇത്രയൊക്കെ സാധനങ്ങളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചോറ് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതിനായി ഞാനിവിടെ ബസ്മതി റൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത്, 1 ഗ്ലാസ് ബസ്മതി റൈസ്. ഇതിൻ്റെ കൂടെ 2 കഷ്ണം പട്ട, 1 തക്കോലം എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അരി സ്റ്റിക്കി പോലെ ആകാതിരിക്കാൻ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അരി കുഴഞ്ഞതുപോലെ ഉണ്ടായിരിക്കും. പിന്നെ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ, ഇത് ഒരു 1/4 വേവ് ആകുന്നത് വരെ മാത്രമേ കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോഴേക്കും നമ്മൾ ഇതിൻ്റെ വെള്ളം ഊറ്റിയെടുക്കണം. അതൊരു സൈഡിൽ വേവട്ടെ, അരി വേവട്ടെ. മറ്റൊരു അടുപ്പിൽ നമ്മൾ സ്റ്റൂ തയ്യാറാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ പാത്രം ചൂടായതിനു ശേഷം നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സെസമി ഓയിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒലിവ് ഓയിലായാലോ അതോ വെളിച്ചെണ്ണ ആയാലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം ചേർത്ത് കൊടുക്കുക. ഇത് കുറച്ച് ഷാലോ ഫ്രൈ ആവുന്നത് വരെ ഇളക്കിയെടുക്കണം. ഇത് എരിവൊന്നും ഇല്ലാത്തൊരു ഡിഷായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും ഇത് കഴിക്കാൻ. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ, പച്ചക്കറികളൊന്നും തന്നെ അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം ഒരു 1/4 വേവാകുന്നത് വരെ മാത്രമേ കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, 1.5 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. ഇനി വേവാൻ ആവശ്യമായ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു. 1.5 കപ്പ് വെള്ളത്തോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് അധിക സമയം വേവിക്കേണ്ടതില്ല, ഒരു 10 മിനിറ്റോളം വേവിക്കണം. മറ്റേ സൈഡിൽ ചോറും റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ചോറ് 1/4 ഭാഗത്തോളം മാത്രമേ വേവേണ്ട ആവശ്യമുള്ളൂ. അതിനുശേഷം നമ്മൾ വെള്ളം മുഴുവൻ ഊറ്റിയെടുക്കുന്നു. ഇത് ഗ്രേവി കുറച്ച് തിക്കാക്കുന്നതിന് വേണ്ടി ഇവിടെ നമ്മൾ 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ യൂസ് ചെയ്യുന്നുണ്ട്. അത് തയ്യാറാക്കുന്നതാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ പച്ചക്കറികൾ ഏകദേശം ബോയിലായി കഴിഞ്ഞു. നന്നായി ബോയിലാവേണ്ട, 1/4 ഭാഗത്തോളം മാത്രമേ ബോയിലാവൂ. നേരത്തെ നമ്മൾ ഉള്ളിയും സ്പ്രിംഗ് ഓനിയനും ചേർത്ത് കൊടുത്തിട്ടില്ല, അത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉള്ളിയും സ്പ്രിംഗ് ഓനിയനും അധികം കുക്കാവേണ്ട ആവശ്യമില്ല. ഇതിനിടക്ക് നിങ്ങൾക്ക് ഉപ്പുണ്ടോയെന്ന് നോക്കിയതിന് ശേഷം കൂടുതലായി ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ
കലക്കിയത് ചേർത്ത് കൊടുക്കാം. ഇത് കറിക്കൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയാണ്. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ മസാലകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. എരിവ് ഒട്ടും ഇല്ലാത്ത ഒരു ഡിഷാണിത്. നമ്മളെ സ്റ്റൂ ഇവിടെ റെഡിയായി. അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നേരത്തെ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലെയിൻ റൈസ് എടുത്ത് ആദ്യം ഒരു പാത്രത്തിലേക്ക് പ്ലെയിൻ റൈസ് ഇട്ട് കൊടുക്കുന്നു. അതിൻ്റെ മേലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്റ്റൂയും ചേർത്ത് കൊടുക്കുന്നു. ഇത് രണ്ടും കൂടി മിക്സായി നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന് ശേഷം നമ്മൾ ഈ പാത്രം ഒരടപ്പ് കൊണ്ട് അടച്ചു വെക്കുന്നു. നമ്മളെ വെജ് സ്റ്റൂഡ് റൈസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി പ്രസൻറ്റ് ചെയ്യാം. ഇതിൻ്റെ കൂടെ സാലഡ് ചേർത്ത് കഴിക്കുന്നതും രുചിയായിരിക്കും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.